Hello everyone, welcome back to my channel and to a new video. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോയം എന്ന് പറയുന്നത് സപ്പോസ് യു കട്ട് എ ടോൾ ബാംബു ബൈ ദേവാര ദാസിമയ്യ. ഇത് ഒറിജിനലി കന്നഡ ലാംഗ്വേജിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. ഇതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുള്ളത് A.K. രാമാനുജനാണ്, അനദർ റിനൗണ്ട് ഇന്ത്യൻ പോയറ്റ്. ഇനി നമുക്ക് ഓതർ ബയോഗ്രഫി വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ദേവാര ദാസിമയ്യ മിഡ് 11th സെഞ്ച്വറിയിലെ കർണാടകയിൽ താമസിച്ചിട്ടുള്ള ഒരു പോയറ്റാണ്. അദ്ദേഹം പ്രൊഫഷണലി ഒരു നെയ്ത്തുകാരനായിരുന്നു. ആ ഒരു വില്ലേജിൽ ഏറ്റവും പ്രമുഖമായിട്ടൊരു ശിവക്ഷേത്രമുണ്ടായിരുന്നു. അത് രാമൻ വർഷിപ്പ് ചെയ്തിട്ടുള്ള ശിവൻ്റെ പ്രതിഷ്ഠയാണ് അവിടെ നടക്കുന്നത്. അതൊരു രാമനാഥ ടെമ്പിളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ദാസിമയ്യയുടെ തൂലികാനാമം അല്ലെങ്കിൽ പെൻ നെയിം എന്ന് പറയുന്നത് രാമനാഥൻ തന്നെ ആകുന്നത്. കാരണം രാമനാഥൻ എന്നതിൻ്റെ ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത് രാമാസ് ലോർഡ്, ദാറ്റ് ഇസ് ശിവ. ആ ഒരു റെഫറൻസ് ഓർത്തിരിക്കേണ്ടതാണ്. കാരണം ഈ ഒരു പോയറ്റിൽ നമുക്ക് ആ ഒരു റെഫറൻസ് കാണാൻ സാധിക്കും. ഇനി അദ്ദേഹത്തിൻ്റെ ഒരു വർക്ക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ശിവഭക്തനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പോയംസ് അല്ലെങ്കിൽ വചനകൾ എല്ലാം തന്നെ രാമനാഥനോടാണ് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളത്, അതായത് ശിവഭഗവാനാണ് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളത്. മാത്രമല്ല ഇന്ത്യയിൽ ഹിന്ദുയിസത്തിൻ്റെ ഒരു പ്രൊപ്പഗേറ്ററും കൂടിയായിരുന്നു അദ്ദേഹം. ഒരു ഇൻസിഡൻറ്റ് പറയുന്നത്, ദാസിമയ്യ ഒരിക്കൽ കാട്ടിൽ സന്യസിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു തപസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ശിവഭഗവാൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തോട് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി പോകാൻ പറഞ്ഞു എന്നും അങ്ങനെ അദ്ദേഹം സന്യാസം നിർത്തി നെയ്ത്തുകാരൻ ആയി മാറുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു നെയ്ത്തുകാരുടെ ആ ഒരു കമ്മ്യൂണിറ്റി തന്നെ ദേവർ ദാസിമയ്യ എന്നാണ് അറിയപ്പെട്ടത്, അതായത് ദാസിമയ്യ ഓഫ് ദി വീവേഴ്സ്. മാത്രമല്ല അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി തന്നെയുണ്ട്, നെയ്ത്തുകാരുടെ ഒരു വലിയൊരു കമ്മ്യൂണിറ്റി തന്നെയുണ്ട്. അവരെ അറിയുന്നത് ദേവാംഗ എന്നാണ്. അവർ ദേവര ദാസിമയ്യെ ഫോളോ ചെയ്യുന്ന കൂടുതലും സദേൺ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യയിൽ കാണപ്പെടുന്ന ഒരു വലിയൊരു കമ്മ്യൂണിറ്റിയാണ്. മാത്രമല്ല അദ്ദേഹം തുടക്കത്തിൽ സന്യാസിയായിരുന്നു. പിന്നീട് ഈ ഒരു മഹാദേവൻ്റെ ദർശനത്തിന് ശേഷം അദ്ദേഹം നെയ്ത്തുകാരനായി. പിന്നീട് അദ്ദേഹം ഒരു അധ്യാപകനുമായി. മാത്രമല്ല ബംഗളൂരുവിലെ ഒരു സ്ട്രീറ്റ് തന്നെ അദ്ദേഹത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ഒക്ടോബർ 2022 ജുമാ മസ്ജിദ് സ്ട്രീറ്റിനെ റീനെയിം ചെയ്യുന്നുണ്ട്, ശ്രീ ദേവര ദാസിമയ്യ റോഡ്. അതാണ് പുതിയൊരു നാമം. അപ്പോൾ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫിഗറാണ് ദേവര ദാസിമയ്യ. അദ്ദേഹത്തെക്കുറിച്ച് ഞാനിപ്പോൾ പറഞ്ഞ ഈ ഒരു ഓത്തർ ബയോഗ്രഫിയുടെ ആർട്ടിക്കിൾ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷൻ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഓതർ ബയോഗ്രഫി വേണമെങ്കിൽ ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് ആ ഒരു ഇൻഫർമേഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് പോയത്തിലേക്ക് വരാം. വളരെ ചെറിയൊരു പോയാണ്, അതുകൊണ്ട് നമുക്ക് അത് റീഡ് ചെയ്തുകൊണ്ട് തന്നെ അനാലിസിസ് നോക്കാം. Suppose you cut a tall bamboo in two. Make the bottom piece a woman, the head piece a man, and rub them together till they kindle. Tell me now, the fire that's born, is it male or female, O Ramanatha? ഇതാണ് പോയം. വളരെ ഷോർട്ടാണ്. ശരിക്കും 4 ലൈൻ മാത്രമാണ്. ഈ ഒരു പഞ്ച്വേഷൻ കാരണമാണ് ഇത്രയും ലെന്തി ആയിട്ട് തോന്നുന്നത്. ഇനി ഇത് ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ ഈ ഒരു പോയം ഒരു ഫിലോസഫിക്കൽ സ്പിരിച്വൽ ആണ്. പക്ഷെ ലിറ്ററലി നമുക്ക് അങ്ങനെ തോന്നത്തില്ലെങ്കിലും ഇത് ആക്ച്വലി ഒരു ഡീപ്പർ മീനിങ് ഉള്ളൊരു പോയമാണ്. അപ്പോൾ ലിറ്ററലി എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? പോയിട്ട് പറയുകയാണ്, ഒരു മുള എടുത്തിട്ട്, നല്ല നീളമുള്ളൊരു മുളച്ചെടി എടുത്തിട്ട് അതിനെ രണ്ടായിട്ട് ഭാഗിക്കണം. ഒന്നിനെ സ്ത്രീയായിട്ടും മറ്റൊന്നിനെ പുരുഷനായിട്ടും സങ്കല്പിച്ചുകൊണ്ട് അതിനെ മുട്ടി ഒരുമിപ്പിക്കുകയാണെങ്കിൽ ചൂടുണ്ടാകും, തീ ഉണ്ടാകും. ഈ ഒരു തീ എന്ന് പറയുന്നത് സ്ത്രീയാണോ പുരുഷനാണോ എന്നാണ് ചോദ്യം. ഇത്രയുമാണ് ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഈ ഒരു പോയം ശരിക്കും ജെൻഡർ കൺസ്ട്രക്ഷനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അത് സ്ത്രീ പുരുഷൻ എന്ന വാക്കുകൊണ്ട് മാത്രമല്ല, ആ ഒരു ഐഡിയയിലും ആ ഒരു ജെൻഡർ കൺസ്ട്രക്റ്റിനെ കുറിച്ചാണ് പോയറ്റ് സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു യൂണിയൻ ഓഫ് ഓപ്പോസിറ്റ് എന്നൊരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു വാക്കും ഓർത്തിരിക്കേണ്ടതാണ്. അനാലിസിസ് വരുമ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്ക് തന്നെയായിരിക്കും. അപ്പോൾ യൂണിയൻ ഓഫ് ഓപ്പോസിറ്റ്, അതായത് പണ്ടത്തെ സമയത്ത് ജെൻഡറിന് ഒരു ബൈനറി നോഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ. ഇപ്പോഴൊക്കെയാണ്, അല്ലെങ്കിൽ ഈ ഒരു നൂറ്റാണ്ടിലാണ് കൂടുതൽ ജെൻഡർ ഐഡൻറ്റിറ്റീസ് കുറച്ചും കൂടി ഒന്ന് ജനറലൈസ് ആയി, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരുപാട് ജെൻഡർ ഐഡൻറ്റിറ്റീസ് നമുക്ക് പഠിക്കാനും കാണാനും സാധിക്കുന്നത്. പക്ഷേ
പണ്ടൊരു കാലത്ത് ബൈനറി നോഷൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു ബൈനറി നോഷനെ കുറിച്ചാണ് ഈ ഒരു പോയം പറയുന്നത്. മാത്രമല്ല ഈ ഒരു മെയിൽ ഫീമെയിൽ യൂണിയനിലൂടെ ഉണ്ടാകുന്ന ഫയർ, ഒരു ഫയറിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ആ ഫയർ എന്താണ്? ലിറ്ററൽ മീനിങ് വെറും തീയാണ്. പക്ഷേ മെറ്റഫോറിക്കൽ മീനിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ക്രിയേഷൻ, ലൈഫ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒരു കൂടുതൽ എക്സ്പ്ലനേഷൻ നമ്മൾ അനാലിസിസ് വരുമ്പോൾ പറയുന്നുണ്ട്. ഇനി ഒ രാമനാഥ എന്ന കൺക്ലൂഷൻ, അതും ഞാൻ പറഞ്ഞു ഓട്ടോബയോഗ്രഫി നോക്കിയപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു റെഫറൻസ് ആണത്. രാമനാഥ എന്ന് പറയുന്നത് പോയറ്റിൻ്റെ തൂലികാനാമമാണ്. മാത്രമല്ല രാമൻ്റെ നാഥൻ, അതായത് ശിവഭഗവാന്റെ ഒരു ഇൻവൊക്കേഷൻ കൂടിയാണ് രാമനാഥ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഈ ഒരു പോയറ്റിനൊരു സ്പിരിച്വൽ അല്ലെങ്കിൽ ഫിലോസഫിക്കൽ കോണ്ടെക്സ്റ്റ് കിട്ടുന്നത്. ഇനി പോയറ്റിൻ്റെ മെയിൻ തീംസ് എന്ന് പറയുന്നത് യൂണിയൻ ഓഫ് ഓപ്പോസിറ്റ് ആണ്. നമ്മൾ യിങ് യാങ് എന്ന കോൺസെപ്റ്റ് പറയുന്നത് പോലെ തന്നെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫോഴ്സസ് ഉണ്ട്. ആ ഒരു ഫോഴ്സസ് ഒരുമിച്ച് വരുമ്പോൾ മാത്രമാണ് പുതിയൊരു കാര്യം, ഒരു ക്രിയേഷൻ അല്ലെങ്കിൽ ഒരു ലൈഫ് ഉണ്ടാകുന്നത് എന്നുള്ളൊരു ഐഡിയ. അതാണ് യൂണിയൻ ഓഫ് ഓപ്പോസിറ്റ്. മാത്രമല്ല ഇവിടെ ജെൻഡർ കൺസ്ട്രക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. കാരണം പോയിട്ട് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു പുതിയൊരു തീ ഉണ്ടാകുമ്പോൾ അതിന് എന്ത് ജെൻഡറാണ് കൊടുക്കാൻ സാധിക്കുന്നത്? അത് പുരുഷനാണോ അതോ സ്ത്രീയാണോ എന്ന് പോയിട്ട് ചോദിക്കുന്നുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു ജെൻഡർ അങ്ങനെ ഒരു അഗ്നിക്ക് കൊടുക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ശരിക്കും ഒരു ബൈനറി നോഷനെ തന്നെ ചാലഞ്ച് ചെയ്യുന്ന രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് പോയിട്ട് അവിടെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നോൺ ഡുവാലിറ്റിയെ കുറിച്ചും ചർച്ച ചെയ്യുന്നുണ്ട്. ദ കോൺസെപ്റ്റ് ഓഫ് നോൺ ഡുവാലിറ്റി, അതിൻ്റെ അർത്ഥം എന്താണ്? ദ അൾട്ടിമേറ്റ് റിയാലിറ്റി ഇസ് എ യൂണിഫൈഡ് ഇൻഡിവൈസബിൾ ഹോൾ. ഒരു ഒരിക്കലും നമുക്ക് ഭേദിക്കാനോ ഡിവൈഡ് ചെയ്യാനോ പറ്റാത്തൊരു മൊത്തത്തിലുള്ളൊരു ഹോളാണ് നമ്മുടെ റിയാലിറ്റി എന്ന് പറയുന്നത് എന്നുള്ളൊരു ഐഡിയ ആണ്. അത് അദ്വൈത എന്നുള്ളൊരു ഹിന്ദു ഫിലോസഫിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അത് തന്നെയാണ് യൂണിയൻ ഓഫ് ഓപ്പോസിറ്റ് എല്ലാം തന്നെ കാണിക്കുന്നത്. ഒരു ബാലൻസ്, യിങ് യാങ് എന്ന് പറയുമ്പോൾ അവർ ഒരുമിച്ച് വരുമ്പോഴാണ് ആ ഒരു ബാലൻസ് ഉണ്ടാവുന്നത്. ഒരിക്കലും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതുമായിരിക്കില്ല. ആ ഒരു നോൺ ഡുവാലിറ്റി എന്നൊരു കോൺസെപ്റ്റും ഈ ഒരു പോയറ്റിൽ തീമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ ഫയറിൻ്റെ സിംബലൈസേഷൻ, ഇത് ഒരുപാട് പ്രാവശ്യം നമ്മൾ ഈ ഒരു അനാലിസിസിൽ കാണുന്നതാണ്. അതുപോലെ തന്നെ ഇതൊരു ലിറ്ററൽ മീനിങ്ങിന് ഉപരിയായിട്ട് ഒരു സ്പിരിച്വൽ ആയിട്ട്, ഒരു ഫിലോസഫിക്കൽ ആയിട്ടൊരു മീനിങ് ഉണ്ട്. അത് തന്നെയാണ് രാമനാഥ എന്നുള്ളൊരു ഇൻവൊക്കേഷനിലൂടെ പോയിട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. കാരണം യൂണിയൻ ഓഫ് ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ അത് വെറും ഒരു ലിറ്ററൽ ആയിട്ടുള്ളൊരു യൂണിയൻ മാത്രമല്ല. ഇതിന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിനും അപരമായിട്ടുള്ളൊരു മീനിങ്, ഒരു കുറച്ചും കൂടി ഒരു സ്പിരിച്വൽ ആയിട്ടൊരു മീനിങ് ഈ ഒരു യൂണിയന് സാധ്യമാണെന്ന് ഒരു ഐഡിയയും കൂടി പോയിട്ട് പറയുന്നുണ്ട്. ഇനി നമുക്ക് ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ തന്നെ നോക്കാം. സപ്പോസ് യു കട്ട് എ ടോൾ ബാംബു ഇൻ ടു. അപ്പോൾ പോയിട്ട് പറയുന്നത് എന്താണ്? ഒരു നീളമുള്ള ഒരു മുളവടി എടുത്തിട്ട് തന്നെ രണ്ടായിട്ട് ഭാഗിക്കണം. ഇതിൻ്റെ മെറ്റഫോറിക്കൽ മീനിങ് എന്താണ്? നമ്മുടെ ഈ ഒരു നോൺ ഡുവാലിറ്റി, അതായത് ഒത്തൊരുമയോടെ നിന്നിരുന്ന ആ ഒരു ഹോളിനെ നമ്മൾ രണ്ടായിട്ട് ഭാഗിച്ചുകൊണ്ട് ഒന്നിന് പുരുഷഭാവവും മറ്റൊന്ന് സ്ത്രീഭാവവും കൊടുക്കുകയാണ്. ഇനി സെക്കൻഡ് ലൈൻ എന്താണ്? മേക്ക് ദ ബോട്ടം പീസ് എ വുമൺ, ദ ഹെഡ് പീസ് എ മാൻ. അപ്പോൾ രണ്ടായിട്ട് ഭാഗിച്ചതിന് ശേഷം നമ്മൾ ഓരോ പീസിനും ഓരോ ജെൻഡർ അസൈൻ ചെയ്യുകയാണ്. നമ്മുടെ സൊസൈറ്റി അസൈൻ ചെയ്യുന്ന പോലെ തന്നെ ഒരു ഭാഗത്തിന് മാൻ, മറ്റു ഭാഗത്തിന് വുമൺ എന്നൊരു കാറ്റഗറീസ് കൊടുക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് സൊസൈറ്റി ചെയ്യുന്നത്. ഇനി തേർഡ് ലൈൻ? റബ് ദം ടുഗദർ ടിൽ ദേ കിൻഡിൽ. അപ്പോൾ ഈ രണ്ട് മരത്തടിയും കൂടി നമ്മൾ മുട്ടി ഒരുമിപ്പിക്കുമ്പോൾ അവിടെ ഒരു ഫ്രിക്ഷൻ ഉണ്ടാകുന്നു, ചൂടുണ്ടാകുന്നു, തീ ഉണ്ടാകുന്നു. അതുപോലെ തന്നെയാണ് ഒരു ഒപ്പോസിങ് ഫോഴ്സസ്, മാൻ ആൻഡ് വുമൺ, അവർ ഒരുമിച്ച് ചേരുമ്പോഴാണ് പുതിയൊരു ജീവൻ അവിടെ ഉണ്ടാകുന്നത്, പുതിയൊരു ജനറേഷൻ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഈ രണ്ട് ഓപ്പോസിങ് ഫോഴ്സസ് ഒരുമിച്ച് വരുമ്പോൾ മാത്രമാണ് അവരൊരു ബാലൻസ് അല്ലെങ്കിൽ ഒരു ക്രിയേഷൻ അല്ലെങ്കിൽ ലൈഫ് ഉണ്ടാകുന്നത്. അല്ലാത്ത പക്ഷം അത് ഇംബാലൻസ്ഡ് ആയിട്ട് നിൽക്കും എന്നുള്ളൊരു ഐഡിയയും കൂടി പറയുന്നുണ്ട്. അത് തന്നെയാണ് ജെൻഡർ ഐഡൻറ്റിറ്റി, ബേസിക് ബൈനറി നോഷൻ ഓഫ് ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് ഐഡിയ. ഇനി ഫോർത്ത് ആൻഡ് ഫൈനൽ ലൈൻ എന്താണ്? ടെൽ മീ നൗ ദ ഫയർ ദാറ്റ് ഇസ് ബോൺ, ഇസ് ഇറ്റ് മെയിൽ ഓർ ഫീമെയിൽ ഓ രാമനാഥ. അപ്പോൾ ഇവിടെ ഉണ്ടായി വരുന്ന തീ അല്ലെങ്കിൽ നമ്മൾ പുതുതായിട്ട് പറയുന്ന ലൈഫ്, അത് 100% സ്ത്രീയാണോ പുരുഷനാണോ എന്നാണ്
പോയിട്ടിൻ്റെ ചോദ്യം. അത് റെട്ടറിക്കൽ ചോദ്യമാണ്. കാരണം പോയിട്ട് ഒരിക്കലും ഇവിടെ ഒരു ഉത്തരം ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ ഉത്തരം കിട്ടണം നിർബന്ധം പിടിക്കുന്നില്ല. നമുക്കൊരു ഉത്തരം കൊടുക്കാൻ സാധിക്കില്ല. നമുക്കൊരു തീയെ 100% ഇത് സ്ത്രീയാണ് അല്ലെങ്കിൽ 100% പുരുഷനാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. നമുക്കിവിടെ പറയാൻ പറ്റുന്ന 2 ഉത്തരങ്ങൾ എന്താണ്? ഒന്നെങ്കിൽ ഇത് രണ്ടുമാണ്, ഈ ഒരു തീയിൽ തന്നെ സ്ത്രീയും പുരുഷനുണ്ട്, അല്ലെങ്കിൽ രണ്ടുമല്ല, ഈ തീ ഒരു ജെൻഡർ നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റില്ല. ഈ 2 ഉത്തരം മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റൂ. പക്ഷെ ആ ഉത്തരങ്ങൾ ബൈനറി നോഷൻ ഓഫ് ജെൻഡർ ഐഡൻറ്റിറ്റിയെ കോൺട്രഡിക്റ്റ് ചെയ്യുന്നതാണ്. ബൈനറി നോഷൻ എന്താണ്? സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ, ദാറ്റ്സ് ഇറ്റ്. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ പോയിട്ട് ചോദിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടായി വരുന്ന തീക്ക് പുരുഷനാണോ സ്ത്രീയാണോ ചോദ്യത്തിന് നമുക്ക് ഉത്തരം കൊടുക്കാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് ഈ ഒരു ട്രഡീഷണൽ ഐഡിയ വെച്ച് നമുക്ക് ഉത്തരം കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അവിടെയാണ് പോയിട്ട് ശരിക്കും ഈ ഒരു ട്രഡീഷണൽ തിങ്കിങ്ങിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. മാത്രമല്ല രാമനാഥൻ്റെ റെഫറൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു രാമനാഥൻ്റെ റെഫറൻസിലൂടെ തന്നെ ഒരു സ്പിരിച്വൽ ഐഡിയയും കൊടുക്കുന്നുണ്ട്. അത് എൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ ഞാൻ പറയാം. രാമനാഥൻ്റെ റെഫറൻസ് എന്താണ്? ശിവഭഗവാനെയാണ് ഇൻവൊക്കേറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ശിവഭഗവാനായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഐഡിയ ആണ് അർദ്ധനാരീശ്വര രൂപം എന്ന് പറയുന്നത്. പകുതി സ്ത്രീയും പകുതി പുരുഷനും. 100% പുരുഷഭാവമല്ല, പക്ഷേ 100% സ്ത്രീഭാവം അല്ലെങ്കിൽ സ്ത്രീ രൂപമല്ല. അതാണ് അർദ്ധനാരീശ്വരൻ എന്നൊരു കോൺസെപ്റ്റ്. അപ്പോൾ അതും ഒരു രീതിയിൽ ഈ ഒരു ബൈനറി നോഷനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്ന ഒരു ഐഡിയ തന്നെയല്ലേ? അപ്പോൾ അതും ഒരു ഐഡിയ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും, അല്ലെങ്കിൽ ഒരു ഇൻ്റർപ്രിട്ടേഷനായിട്ട്. അതുകൊണ്ടായിരിക്കാം ശിവഭഗവാൻ ഇവിടെ ഇൻവൊക്കേറ്റ് ചെയ്യുന്നത്. അർദ്ധനാരീശ്വര കോൺസെപ്റ്റും കൂടി ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഒരു സ്പിരിച്വൽ ലെവലിൽ പോലും നമുക്ക് ബൈനറി നോഷൻ ഓഫ് ജെൻഡർ പോസിബിൾ അല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഐഡിയ ഇല്ല. അതിനും ഉപരിയായിട്ട് പല രീതിയിലുള്ളൊരു ഐഡൻറ്റിറ്റി, ജെൻഡർ ഐഡൻറ്റിറ്റി പോസിബിൾ ആണ് എന്ന് പോയിട്ട് പറയുന്നുണ്ട്. അത് ഒരു ഇൻ്റർപ്രിട്ടേഷൻ, എൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ മാത്രമാണ്. അത് നിങ്ങൾക്ക് പോസിബിൾ ആണ്, ഇത് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് സെക്ഷനിൽ പറയാം. സോ ഈ ഒരു ഐഡിയയും കൂടി എനിക്ക് തോന്നുന്നു ഇൻക്ലൂഡ് ചെയ്യാമെന്ന്. ഇനി തീംസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. യൂണിയൻ ഓഫ് ഓപ്പോസിറ്റ്, അതുപോലെ തന്നെ ജെൻഡർ കൺസ്ട്രക്ഷൻ. ഇവിടെ ശരിക്കും ഈ ഒരു ട്രഡീഷണൽ ജെൻഡർ ബൈനറിയെ ചാലഞ്ച് ചെയ്യുകയാണ്. ആൻഡ് നോൺ ഡുവാലിറ്റി, ദാറ്റ് ഈസ് where the ultimate reality is a unified and indivisible whole. അതുപോലെ തന്നെ ഫയറിൻ്റെ സിംബലൈസേഷൻ നമ്മൾ പറഞ്ഞു. ഫയർ റെപ്രസെൻറ്റ് ലൈഫ്, ക്രിയേറ്റിവിറ്റി ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. കാരണം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, തീയിലാണ് നമ്മൾ ആഹാരങ്ങൾ പാകം ചെയ്യുന്നത്. അതുപോലെ തന്നെ തീ കായുമ്പോഴാണ് നമുക്ക് തണുപ്പ് മാറുന്നത്. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? തീ കുറച്ചും കൂടി നമുക്കൊരു ലൈഫ് തരെയാണ്, കുറച്ചും കൂടി ക്രിയേറ്റീവ് ആവുകയാണ്. ആഹാരം പാകം ചെയ്യുന്നതിൽ ക്രിയേറ്റിവിറ്റി പറ്റും. അതുപോലെ തന്നെ തീ കൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഈ ആയുധങ്ങളൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ തീ കൊണ്ടാണ്. അപ്പോൾ തീ ട്രാൻസ്ഫോർമേഷന് ഒരു ഭാഗമാവേണ്ടത്. ഇതേ തീ തന്നെയാണ് ഡിസ്ട്രക്ഷൻ്റെ ഒരു കാരണമാകുന്നത്. തീപിടുത്തങ്ങൾ, അപകടങ്ങൾ നമ്മൾ വാർത്തയിൽ കാണാറുണ്ട്. എത്ര അത്യാധുനികമായിട്ടുള്ള കെട്ടിടങ്ങളാണെങ്കിലും ഒരു ഷോർട്ട് സർക്യൂട്ടിൽ, ഒരു തീപിടുത്തത്തിൽ കത്തിനാശമാകും. അതുപോലെ തന്നെ നമ്മൾ ഒരു മൃതദേഹങ്ങൾ പോലും സംസ്കരിക്കുന്നത് തീയിലാണ്. അങ്ങനെ ഒരു ആചാരവുമുണ്ട്. അപ്പോൾ തീക്ക് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും, അതേസമയം ഡിസ്ട്രക്റ്റ് ചെയ്യാനും സാധിക്കും. അതാണ് ഫയറിൻ്റെ ഒരു സിംബലൈസേഷൻ. പിന്നെ സ്പിരിച്വാലിറ്റി ആൻഡ് ഫിലോസഫി. ഈ ഒരു യൂണിയൻ ഓഫ് ഓപ്പോസിറ്റിലൂടെ തന്നെ പോയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോൾ ഒരു ലിറ്ററൽ മീനിങ് നമുക്ക് എടുക്കാൻ സാധിക്കും, പക്ഷെ അതിനും ബിയോണ്ട് ആയിട്ടുള്ളൊരു ഡീപ്പർ മീനിങ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസും ഈ ഒരു ജെൻഡർ എന്ന് പറയുന്ന ഒരു കാര്യത്തിന് പോസിബിളാണ്. ഇനി അനാലിസിസിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് ഇമേജറിയും സിംബലിസവും നമുക്ക് ഈ ഒരു പോയറ്റിൽ കാണാൻ സാധിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ബാംബു, അതുപോലെ തന്നെ ഫയർ, ഇതെല്ലാം തന്നെ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു സിംബൽസാണ്. പിന്നെ സ്ട്രക്ചറൽ ലാംഗ്വേജിൻ്റെ കാര്യം പറയുമ്പോഴും ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ലാംഗ്വേജിലാണ് എഴുതിയിരിക്കുന്നത്. വെറും 4 ലൈൻ മാത്രമാണുള്ളത്. മാത്രമല്ല ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ലിറ്ററൽ മീനിങ് മാത്രമല്ല കുറേയൊക്കെ ഒരു മെറ്റഫോറിക്കൽ മീനിങ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു പോയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എത്രമാത്രം ഇൻ്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ പേഴ്സ്പെക്റ്റീവ് ഇതിൽ സാധ്യമാണെന്നുള്ളതാണ്. കാരണം ഞാൻ ഓൾറെഡി എൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ, അർദ്ധനാരീശ്വര കോൺസെപ്റ്റ് എന്നുള്ളൊരു ഇൻ്റർപ്രിട്ടേഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതുപോലെ തന്നെ നിങ്ങളുടെ ക്ലാസ്സിലും പല രീതിയിലുള്ള ഇൻ്റർപ്രിട്ടേഷൻസ് പഠിച്ചിട്ടുണ്ടാവും. അതെല്ലാം തന്നെ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ആൻസറിന് ഒരു എക്സ്ട്രാ പോയിൻ്റ് ആകും അത്.
സോ ഇൻ കൺക്ലൂഷൻ ഈ ഒരു പോയം ശരിക്കും എന്താണ് ജെൻഡറിൻ്റെ ഒരു ഇമാജിനേറ്റീവ് എക്സ്പ്ലോറേഷനാണ്. കാരണം ജെൻഡർ എന്ന് പറയുന്നത് ഒരു സമയത്ത് ജെൻഡർ ഫിക്സ്ഡ് ആണ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്കറിയാം ജെൻഡർ എന്നത് സബ്ജക്റ്റീവാണ്. ഒരുപാടധികം ഇൻ്റർപ്രിട്ടേഷനും പെർസ്പെക്റ്റീവും സ്റ്റഡീസ് എല്ലാം തന്നെ ജെൻഡർ എന്നൊരു കോൺസെപ്റ്റിൽ പോസിബിളാണ്. കാരണം നമ്മൾ ജെൻഡർ സ്റ്റഡീസിൻ്റെ പേപ്പർ എന്ന് പഠിക്കുന്നുണ്ട്. അത് തന്നെ ജെൻഡർ സബ്ജക്റ്റീവ് ആണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ്. അപ്പോൾ ഈ ഒരു ഐഡിയ, അതായത് ജെൻഡർ ബൈനറി എന്നുള്ളത് സബ്ജക്റ്റീവ് ആണ് എന്നുള്ളൊരു ഐഡിയ ആണ് ഈ ഒരു പോയറ്റിലൂടെ പോയറ്റ് ഉദ്ദേശിക്കുന്നത്. സോ ഇതാണ് ഈ ഒരു പോയത്തിൻ്റെ ഒരു ബേസിക് അനാലിസിസ് എന്ന് പറയുന്നത്. നമ്മൾ ഓഥർ ബയോഗ്രഫി പഠിച്ചു, അതുപോലെ തന്നെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ, അനാലിസിസ്, തീംസ്. ഈ ഒരു നോട്ട് ഞാൻ ടെലിഗ്രാം ചാനലിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ആ ഒരു ചാനൽ ജോയിൻ ചെയ്തുകൊണ്ട് നോട്ട്സ് കിട്ടുന്നതാണ്. ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും അലോങ് വിത്ത് ഓഥർ ബയോഗ്രഫി. സോ ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ സ്റ്റേ ട്യൂൺ. താങ്ക് യു.